രൂക്ഷമായതിനിടെ വി മുരളീധര പക്ഷത്തെ വെട്ടി ബി.ജെ.പിയുടെ പുതിയ ഭാരവാഹി പട്ടിക. 4 ജനറൽ സെക്രട്ടറിമാരിൽ മുരളീധര പക്ഷത്ത് നിന്ന് ആരുമില്ല. ശോഭാ സുരേന്ദ്രൻ, എസ് സുരേഷ്, എം.ടി. രമേശ്, അനൂപ് ആന്റണി എന്നിവരാണ് ജനറൽ സെക്രട്ടറിമാർ. മുൻ ഡി.ജി.പി ആർ ശ്രീലേഖയും ഷോൺ ജോർജും അടക്കം 10 പേരാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തുള്ളത്. കൂടുതൽ വിശദാംശങ്ങൾ പ്രസാദ് ഉടുമ്പശ്ശേരി നൽകും. പ്രസാദ്, ഈ പറഞ്ഞു വെച്ചതുപോലെ വലിയ രീതിയിലുള്ള വെട്ടിനിരത്തലുകൾക്ക് ശേഷം പുതിയ നേതൃത്വം എത്തുകയാണ്. പുതിയ തെരഞ്ഞെടുപ്പിനെ വരവേൽക്കാനായിട്ടുള്ള നേതൃത്വം ഏത് രീതിയിലാണ് പ്രതീക്ഷകളൊക്കെ വെച്ചു പുലർത്തുന്നത്? ഈ സമയത്ത് വരുന്ന ഈ പുതിയ നേതൃത്വത്തിനുള്ള പുതിയ ഭാരവാഹി പട്ടികയോടുള്ള പ്രതികരണങ്ങളൊക്കെ ഏത് തരത്തിലാണ്? പുതിയതായി ഇറങ്ങിയിട്ടുള്ള ഭാരവാഹി പട്ടികയിൽ 35 പേരുടെ പട്ടികയിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കെ സുരേന്ദ്രൻ മുരളീധര പക്ഷത്ത് നിൽക്കുന്ന ഭൂരിഭാഗം ആളുകളെയും വെട്ടിനിരത്തി എന്നുള്ളത് തന്നെയാണ്. രാജീവ് ചന്ദ്രശേഖരനോടൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് തന്നെയാണ് ഇതിനകത്ത് പ്രാധാന്യം വന്നിട്ടുള്ളത്. ഇപ്പോൾ ജനറൽ സെക്രട്ടറിമാരിൽ കഴിഞ്ഞ കമ്മിറ്റിയിലെ ജനറൽ സെക്രട്ടറിമാരിൽ എം.ടി. രമേശ് മാത്രമാണ് തുടരുന്നത്. എം.ടി. രമേശിന് പുറമെ പുതിയ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ളത് എസ് സുരേഷ്, അനൂപ് ആന്റണി, ശോഭാ സുരേന്ദ്രൻ എന്നിവരാണ് പുതിയ ജനറൽ സെക്രട്ടറിമാർ. ഇതിൽ ശോഭാ സുരേന്ദ്രൻ കമ്മിറ്റിയിലെല്ലാം തന്നെ കെ സുരേന്ദ്രനുമായി വലിയ തോതിൽ ഭിന്നത നിലനിന്നിരുന്നു. എന്തായാലും ശോഭാ സുരേന്ദ്രനെ ജനറൽ സെക്രട്ടറിയായി ഉയർത്തി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രത്യേകത. മറ്റൊന്ന് 10 വൈസ് പ്രസിഡന്റുമാരിൽ മുൻ ഡി.ജി.പി ആർ ശ്രീലേഖ, അതോടൊപ്പം ഷോൺ ജോർജ്, കെ.എസ്. രാധാകൃഷ്ണൻ എന്നിവരുൾപ്പെടെയുള്ള 10 വൈസ് പ്രസിഡന്റുമാരാണ് കമ്മിറ്റിയിലുള്ളത്. 10 സെക്രട്ടറിമാരെയും പുതിയ സെക്രട്ടറിമാരിലും സുരേന്ദ്രൻ പക്ഷത്തോ അല്ലെങ്കിൽ മുരളീധരൻ പക്ഷത്തോ നിൽക്കുന്ന ആളുകൾ വലിയ തോതിൽ വെട്ടിനിരത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും പുതിയ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും അതിനുശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ്. എന്നാൽ എടുത്തു പറയേണ്ടത് ഇപ്പോൾ മുരളീധരൻ നിൽക്കുന്ന ആളുകൾ കഴിഞ്ഞ സമയം തന്നെ സംസ്ഥാന നേതൃയോഗത്തിൽ കെ സുരേന്ദ്രനെയും അതോടൊപ്പം തന്നെ മുരളീധരനെയും യോഗത്തിലേക്ക് വിളിച്ചിരുന്നില്ല. പിന്നീട് കോർ കമ്മിറ്റി യോഗത്തിൽ വലിയ വിമർശനം ഇത് സംബന്ധിച്ച് ഉയരുകയും ചെയ്തിരുന്നു. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ബി.ജെ.പിയുടെ സംഘടനാ ജില്ലകളിൽ നടന്ന നേതൃയോഗത്തിലും സുരേന്ദ്രനെയും മുരളീധരനെയും ക്ഷണിക്കുകയും ചെയ്തില്ല. എന്തായാലും അതിന്റെ തുടർച്ച തന്നെയാണ് പുതിയ ഭാരവാഹി പട്ടിക എന്ന് പറയാം. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബി.ജെ.പിക്ക് അകത്തുള്ള ആഭ്യന്തര കലഹം മൂർച്ഛിക്കുന്ന തരത്തിലാണ് പുതിയ ഭാരവാഹി പട്ടിക പുറത്തു വന്നിട്ടുള്ളത്. തീർച്ചയായും അതുതന്നെയാണ് ഇനി വരും ദിവസങ്ങളിലും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അതുതന്നെയാണ്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്.